ഹലോ ഗായ്സ്, അപ്പോൾ ഗെയിം ചേഞ്ചർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ മറ്റേ സ്പിന്നിൽ വന്ന ഇതില്ലേ, ഫ്രീ സ്പിന്നിൽ വന്ന FF ടോക്കൺ വെച്ച് സ്പിന്നാണ് അതിൽ വന്ന യൂണിഫോം ബണ്ടിലില്ലേ, അത് ഇട്ടുകൊണ്ട് ന്യൂ പ്ലാനാണ് ചെയ്യാൻ പോകുന്നത്. അധികം നൂപാവാൻ വേണ്ടി വെച്ചുകൊണ്ടതിനാണ് കെടുന്നിട്ടൊക്കെ പോവാം, പക്ഷെ അധികം നൂപായിട്ട്. പിന്നെ ഇത് മലയാളി സ്കോഡാട്ടോ മൊത്തം. നമ്മൾ മൂപ്പറങ്ങ പറഞ്ഞിരുന്ന യൂണിഫോം ബണ്ടിൽ ഇടാനും പറഞ്ഞു, പക്ഷെ ഓനക്ക് കാര്യം മനസ്സിലാവാത്തതുകൊണ്ട് ഓൻ കണ്ട് നോക്കി ഫസ്റ്റ് റൗണ്ട് അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇനി ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അടുത്തത് എന്ത് ചാലഞ്ച് കമൻറ്റ് ചെയ്യും. നിങ്ങൾ കമൻറ്റ് അനുസരിച്ചാണ് അടുത്ത ചാലഞ്ച് ചെയ്യുന്നതായിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഗണ്ണും കാര്യങ്ങളൊന്നും എടുക്കണില്ല. വെറുതെ റൗണ്ട് ഞാൻ ചെക്കന്മാരോട് പറഞ്ഞു ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെ ഒരുത്തി അങ്ങോട്ട് പോകുന്നുണ്ട്, അവനെ ഇങ്ങോട്ട് തിരിച്ച് വിളിച്ചു. പാടാ വരുന്നുണ്ട്, ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഗൈസ്. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഗൈസ്. അപ്പോൾ അതെ ന്യൂ റാങ്ക് നമ്മൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കും ഗൈസ്. രണ്ടുപേരും നോക്കാൻ ഞാനും രണ്ട് ആർക്കും ഒടുക്കത്തെ ജാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഗണ്ണും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഈ റൗണ്ട് ഞാൻ കിടന്ന് പോയാലോ എന്ന് ചെക്കന്മാരോട് പറഞ്ഞു. കിടന്നാരോന്ന് ചോദിച്ചിട്ടുണ്ട് ഗൈസ്. മിക്കവാറും ഈ റൗണ്ട് കിടന്നിട്ട് പോകും. കണ്ടോ, കിടന്നിട്ടാണ് ഗൈസ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാം കേട്ടോ. ഇത് റെക്കോർഡ് ചെയ്തതിൻ്റെ ശേഷം എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ വോയിസും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. അങ്ങനെ തന്നെ ഞങ്ങളിങ്ങനെ പോവുകയാണ് കിടന്നിട്ട്. നോക്കായിട്ടുണ്ട് നൈസിൽ ചെറിയ ഡാമേജൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഒറിജിനാലിറ്റി ചെറിയ ഡാമേജൊക്കെ കൊടുക്കണം. പിന്നെ AFK ഒന്നും പറ്റൂലല്ലോ, AFK ബോട്ടല്ല, അത് റോബോട്ടാണ് ഈ ഫ്രീ ഫയറിൻ്റെ. രൂപന്മാർ വെച്ചാൽ കളിക്കാനിങ്ങനെ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെ കളിക്കണം രൂപന്മാരെ പോലെ. ഗൈസ്, ഇനിയാണ് നമ്മളെ സാധനം. അവർ 3 റൗണ്ടും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളെ കളി നിങ്ങൾ കണ്ടോളൂ ഗൈസ്. നമ്മൾ കളി തുടങ്ങി ഗൈസ്. ഇനി പവറേഷ് ഗൈസ്. ഈ റൗണ്ട് നമ്മൾ എടുക്കുമെന്ന് നമുക്ക് നോക്കാം. എടുത്തില്ലെങ്കിൽ മൊത്തം മൂഞ്ച് ഗൈസ്, മൊത്തം മൂഞ്ച്. രണ്ടിനൊക്കെ പാരാപ്പല്ലിട്ട് കുത്തി പിടിച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഔട്ട് ഫാമിങ് ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് റൗണ്ട് എടുത്തിരുന്നു. ഈ റൗണ്ട് മൂഞ്ചൂലേന്ന് നമുക്ക് കാണാം ഗൈസ്. നമ്മളുടെ ഗൈസ് പോവാണ്. ഞാൻ കയറി ചെന്നാലോ വിചാരിച്ചു ഗൈസ്. കയറി ചെല്ലാൻ പോവുകയാണ് ഗൈസ്. ഞാൻ കയറി ചെല്ലാണ് കേട്ടോ. ഞാൻ ഒരു അവസരം കിട്ടിയ അപ്പം കയറി ചെല്ലാൻ വിചാരിച്ച്. കുറച്ച് നേരം വെയിറ്റ് ആക്കാം.
വെയിറ്റാക്കിയിട്ട് ആരും കാണാനൊന്നുമില്ല ഗൈസ്. ഞാൻ റഷ് ചെയ്ത് കയറി ചെല്ലുകയാണ് ഗൈസ്. ഒരുത്തന് നൈസായിട്ട് നമ്മുടെ ടീമേറ്റും കാര്യങ്ങളൊക്കെ രണ്ടാൾക്കാർ നൈസായിട്ട് തീർത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നപ്പോൾ അത് എടുത്ത് അവിടെ വിളിച്ചു ഒരാൾക്കൊരു ഇത് കുട്ടി കുടിച്ച് ഗൈസ്. ഏതാണ് ഗൈസ് അവിടെ? അവിടെ ഉണ്ട് നമ്മുടെ ടീമേറ്റ്സ്. നല്ല അടിപൊളിയായിട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ആക്കിയിട്ടുണ്ട് ഗൈസ്. One opportunity closes the door. Just bust that back open. I need equipment. സമയത്തും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ജയിക്കാൻ ബോയ്യ അടിക്കണം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. പിന്നെ അടുത്തത് ചെയ്യണം നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ അടുത്തത് ഇതാണ് ഗൈസ്. നമ്മൾ ഒപ്പോണൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ കാണിച്ചു തന്നു ഒപ്പോണൻറ്റുകളെ ന്യൂസ്. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ നമ്മൾ ഒപ്പോണൻറ്റിൻ്റെ ന്യൂസായിട്ട് വരുന്നു. ഗൈസ് അടുത്തത് എന്താ ചലഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാൻ അടുത്തത് ഈ അക്കൗണ്ടിലത്തെ കളക്ഷൻസ് കാണിച്ചു തരാം. ഈ അക്കൗണ്ടിൽ തുള്ളി കളക്ഷനുള്ളൂ ഗൈസ്, കുറച്ചുള്ളൂ. കാരണം അതൊരു കുറച്ചൊരു ന്യൂബൊക്കെയാണ് ഗൈസ്. ഒരു ടോപ്പപ്പ് പോലും ഞാൻ ഈ അക്കൗണ്ട് ചെയ്തിട്ടില്ല. ഒരു ഡ്രോപ്പ് പോലും 0 പൈസ ഞാൻ ഇതിന് മുടക്കിയിരുന്നു. ഒരു രൂപ പോലും ഞാൻ ഈ അക്കൗണ്ടിൽ മുടക്കിയിട്ടില്ല ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ നല്ല ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എടുത്താലോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് ഗൈസ്. മിക്കവാറും തന്നെ എന്തായാലും ഇനി വരുന്ന ഡ്രോപ്പും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നതായിരിക്കും. നമ്മൾ 3 ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ ഞാൻ ഈ സൈഡിൽ കൂടെ റഷ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരാളെ കണ്ട് കഴിച്ചു. അവനാണെങ്കിൽ എയിമുണ്ടാവണം ചെയ്യാൻ കറക്റ്റ് അടിക്കുമ്പോൾ അവനത് മാറി. ഒരടിയും കൂടി കിട്ടിയിരുന്നെങ്കിൽ അവൻ നോക്കായിരുന്നു. ഓക്കെ, പിന്നെ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും നിങ്ങളെ ബെസ്റ്റ് CS റാങ്കഡ് കോംബോ ഏതാണ്. എൻ്റേത് ഒന്നെങ്കിൽ കൺഫ്യൂഷൻ സെരാഫല്ലും. അതാണ് ഞാൻ ഗൈസ് ആ കോംബോ ആണ് ഞാൻ ഇതിൽ നൈസായിട്ട് ബോയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ബോയ്യ ഗൈസ് ഞാൻ നൈസായിട്ട് 5 കില്ലും കാര്യങ്ങളൊക്കെ ഒപ്പോണൻറ്റിനെ കണ്ടില്ല ഗൈസ്. അതൊക്കെയാണ് ഒപ്പോണൻസ്. അപ്പോൾ ഗൈസ് ഇനി ഞാൻ അടിപൊളി വീഡിയോയുമായി വരുന്നതായിരിക്കും. അതുവരെ ബൈ ഗൈസ്, ബൈ.